യൂഷ്വലി നിങ്ങളുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് വരാറുള്ളത് അതേപോലത്തെ ഒരു സബ്ജക്റ്റുമായിട്ടല്ല ഇന്ന് വന്നേക്കുന്നത്. നിങ്ങൾക്ക് പതിവ് രീതിയിൽ ഞാൻ തരാമെന്ന് കമ്മിറ്റ് ചെയ്ത വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നിപ്പോൾ അർദ്ധരാത്രി 12 മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാനായിട്ട് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാരണമുണ്ട്. ഇത് ഈ വീഡിയോ രാവിലെ തന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 21 നമ്മുടെ ശ്രീനാരായണ ഗുരു സമാധി. ഈ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടായ ഉണ്ണി, നമ്മുടെ വയങ്കവി ഉണ്ണിയും ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായ വേറൊരു സുഹൃത്തും കൂടിയും ചേർന്ന് ഞങ്ങൾ വർക്കലയിലായിരുന്നു. വർക്കല വളരെ സജീവമാണ്. ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും പല കാര്യങ്ങളും നടക്കാതിരിക്കുന്ന സമയത്ത് വർക്കല അത്രമേൽ ആക്റ്റീവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ വർക്കലയിൽ ഈവനിങ് നഗരസഭാ കാര്യാലയം അതിൻ്റെ വാതിക്ക് ഒരു ചെറിയൊരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ പോയതാണ്. അപ്പോൾ കുറച്ച് എന്നെ തിരിച്ചറിഞ്ഞ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബർ, ആസ് എ വ്ളോഗർ നമ്മളെ ഒരാൾ തിരിച്ചറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. നമ്മളെപ്പോലെ തുടക്കക്കാർ മെച്യൂർഡ് ആയിട്ടുള്ള കുട്ടികളെന്നൊന്നും പറയാനൊന്നും പറ്റില്ലെങ്കിൽ ഇമ്മെച്യൂർഡ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നതല്ല, ചെറിയ കുട്ടികൾ ഒരു അങ്കിളിനെ പരിചയപ്പെടുത്തി. വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ, ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളത്, കാണികൾക്ക് ഭ്രാന്തനായിട്ട് തോന്നുന്ന ഒരു ക്യാരക്ടർ, ഭയങ്കര ഡിഫറെൻറ്റ് ഒരു ആറ്റിറ്റ്യൂഡ്, മാനറിസം. സംസാരിച്ച് വന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് തോന്നി. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പുള്ളിയായിട്ട് കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ഡെഫിനറ്റ്ലി ഫീൽ ഹീ ഈസ് നോട്ട് എ മാഡ് പേഴ്സൺ. നമ്മുടെ സമൂഹത്തിൽ ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കുന്നവരാ നമ്മൾ പൊതുവെ ഇട്ടുകൊടുത്തിരിക്കുന്ന ഒരു പേരാണ് മാഡ്, ആയിക്ക് വട്ട. സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവന്മാരല്ല യോഗ്യന്മാർ. ആ പുള്ളിയുടെ ഒരു ഇതാണ്. പുള്ളിയായിട്ട് ഇപ്പം കുറച്ച് മുമ്പ് ഞാൻ വീഡിയോ ടോക്കിലുണ്ടായിരുന്നു, ഇത് കാണാമെന്ന് വിചാരിക്കുന്നു. 72ാമത്തെ വയസ്സിൽ ഈ പുള്ളിയുടെ വേഷവും താടി മീശയൊക്കെ വടിച്ചിട്ട് ആൾ മാറി ജീവിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിന് നന്മ ചെയ്തിട്ട് വേഷം മാറി നടക്കേണ്ട ഗതികേട് വന്ന ഒരു പുള്ളി വിളിച്ച് എന്നെ സഹായിക്കൂ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തു തരൂ. പോലീസുകാരും അധികാരികളും പുള്ളിയുടെ പരാതി സ്വീകരിക്കുന്നില്ല. എനിക്ക് ജീവിക്കണം, എനിക്ക് നന്മ ചെയ്ത് ജീവിക്കണം, എനിക്ക് എൻ്റേതായ കാഴ്ചപ്പാടുണ്ട്. ക്രൈസ്തവനാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമിയാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ കൂടെ നിൽക്കാം. 72ാമത്തെ വയസ്സിൽ വേഷം മാറി നടക്കേണ്ട ഗതികേട്, സാമൂഹ്യ നന്മയെ കുറച്ച് പബ്ലിക് ഏരിയ ക്ലീൻ ചെയ്തും വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്തും ജീവിച്ച ഇദ്ദേഹത്തിന് ഇങ്ങനെ നടക്കാനുള്ള ഗതികേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരള സമൂഹമേ നമ്മൾ ലജ്ജിക്കുക. അത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയല്ല, ഗോവക്കാരനാണ്. എന്താ അല്ലേ പറയേണ്ട. ലോകം ഇങ്ങനെയൊക്കെയാ പോണതെന്ന് കേൾക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നുള്ളതിനും ഇതിനൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു കാരണമുണ്ട്. അത് പിന്നെ ഞാൻ ചെറുപ്പക്കാരനാണ്, എന്തും താങ്ങും, എന്തും മേക്കും, എന്ത് പ്രതിസന്ധികളെ നേരിടാനുള്ള ആർജവമുണ്ട്, ആരോഗ്യമുണ്ട്. സാമൂഹ്യ നന്മ മാത്രം ചിന്തിച്ച് ഇറങ്ങിത്തിരിച്ച ഇങ്ങേർക്ക് പറ്റിയതോ പുള്ളിയുടെ ഐഡൻറ്റിറ്റി പോലും മറക്കുന്ന രീതിയിൽ ഷേവ് ചെയ്ത് പുള്ളിയുടെ വീഡിയോ കാണിച്ചു തരാം. കഷ്ടം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും ഷെയർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ യൂട്യൂബിലും ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് എൻ്റെ ഒരു റീച്ചിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയൊന്നുമല്ല. നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയോജനം, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ശരീരത്തോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഒന്നും തട്ടാത്ത രീതിയിലോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെയോ അല്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഉപകാരങ്ങളുണ്ട്. ഇപ്പോൾ നടന്നു പോകുമ്പോൾ വഴിയിൽ ഇപ്പോൾ ഒരു കുപ്പിച്ചില് കിടക്കുകയാണെങ്കിൽ എടുത്ത സൈഡിലേക്ക് ഇടുക. ഏതെങ്കിലും യാത്രാമധ്യേ ഒരു ടയർ പഞ്ചറായി കിടക്കുകയാണെങ്കിൽ ചെന്നിട്ട് 2 ഞെട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പുണ്യപ്രവൃത്തിയൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് ആവശ്യമുള്ളവന്
വലിയ രീതിയിൽ കിട്ടുന്ന ഒരു സഹായമാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ എന്തെങ്കിലും വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുക. അതും കൂടിയും ഇത് ഈ കർമ്മത്തിൽ പെടും കേട്ടോ. ഇന്ന് അതൊക്കെ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് പോലും ഒരു പുണ്യപ്രവൃത്തിയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ ഇന്ന് നിങ്ങളോടെല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്ന ഒരേ ഒരു കാര്യം, ഇത് വളരെ എമർജൻസി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കൊല്ലം വർക്കല സെപ്റ്റംബർ 21 ശ്രീനാരായണ ഗുരു സമാധി. ഇനി ആരാണ് ശ്രീനാരായണ ഗുരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്, മുസ്ലിം മതവിശ്വാസിയാണ്, പക്ഷെ അന്ധവിശ്വാസിയല്ല. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. ക്രൈസ്തവ മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു അങ്കിളിനെ ഞാൻ പരിചയപ്പെട്ടു. ഐ കോൾ ഹിം സാറെന്ന് അഭിസംബോധന ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ എനിക്ക് തോന്നി കേട്ടോ. കാരണം ആ സമാധി ദിവസം പുള്ളിക്ക് വേണ്ടി കുറച്ച് പുഷ്പങ്ങൾ, അത് കാശ് കൊടുത്തൊന്നും മേടിച്ചിട്ടൊന്നുമല്ല, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നൊരു തട്ടുകടയിൽ കൊണ്ടുപോയി വെച്ച്. എന്തെങ്കിലും ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും സബ്ജക്റ്റൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും തികച്ചും ഈ സബ്ജക്റ്റിന് വേണ്ടി സബ്ജക്റ്റ് തിരക്കി കണ്ടുപിടിച്ചിട്ടൊന്നും കൊണ്ടുവന്നതല്ല. എൻ്റെ യാത്രകളിലോ എൻ്റെ കൺമുമ്പിലോ പെട്ടുപോകുന്ന കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണം, എല്ലാവർക്കും വേണം. പിന്നെ ഇത്ര നാളെന്താ വീഡിയോ ഇല്ലാത്തതിനുള്ള മറുപടിയൊക്കെ വരും വീഡിയോകളിലുണ്ടാവും. കുറച്ച് സംഭവബഹുലമായ കഥയാണ്, വിഷമിച്ച കാര്യമാണ്. പക്ഷേ എന്താ പറയുക, നമ്മുടെ നാട് അങ്ങനെയാണ് ചില കാര്യങ്ങളിൽ. അത് പോട്ടെ. അപ്പോൾ നമ്മുടെ 4 ജില്ല കവർ ചെയ്തിട്ടുള്ള വീഡിയോ ഇതിൻ്റെ പുറകെ വരും. അതൊക്കെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അല്ല, കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ എ സോഷ്യൽ റെലവൻറ്റ്, പൗരബോധമുള്ള ഓരോ പൗരനും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ എന്താ പറയുക ആത്മാർത്ഥമായ അഭിപ്രായം. എല്ലാവർക്കും നിസാംസ് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിപ്പോൾ വർക്കലയിലാണ് നിൽക്കുന്നത്. ഞാനുണ്ട്, ഉണ്ണിയുണ്ട്, പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ സാരഥി അനിലുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെയൊക്കെ അറിയാമെന്നാ പറഞ്ഞേട്ടാ. അറിയോ? എന്നെ അറിയോ? അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു വ്യത്യസ്തനായ ഒരു അങ്കിളിനെ കണ്ടു. അങ്കിളിൻ്റെ പേരെന്താ? അപ്പോൾ ഇവരാ പറഞ്ഞ അങ്കിളിനെ എങ്ങനെയെങ്കിലും ഒന്ന് യൂട്യൂബിൽ എടുത്തിട്ടിട്ടൊന്ന് വൈറലാക്കാന്നുള്ളത്. വൈറലാക്കാനുള്ള സബ്ജക്റ്റ് ഉണ്ട്, അതിനുള്ള സ്റ്റഫ് ഉണ്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി. എടാ വന്നടാ, പുള്ളിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഫുൾ ഹാപ്പി. പുള്ളി എവിടെയാ സ്ഥലം? ഗോവ. ഒരു വ്യത്യസ്തമായ ക്യാരക്ടർ. ചുമ്മാ ജസ്റ്റ് ഞാൻ അങ്കിളിനോട് ചോദിച്ചു, അങ്കിളിനെ ഞാൻ ഷൂട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. നോ പ്രോബ്ലം. അത് പുള്ളിയുടെ ഡ്രസ്സിങ് കോഡ് എല്ലാം ഭയങ്കര വ്യത്യസ്തമായ ഒരു കാര്യമാണ്. പിന്നെ പുള്ളിക്ക് വൃത്തികേടായിട്ട് കിടക്കുന്ന, പുള്ളിയുടെ കടയല്ല, പുള്ളി ഗോവക്കാരനാണ്, ഇത് വർക്കലയാണ്. You want to see dirty somewhere? I don't want to see any dirt anywhere. Anywhere? Yeah. Where are you from? Cleanliness is next to godliness. Cleanliness is next to godliness. Godly people cannot stay in unclean place. Understood? Yeah. Okay, how many Indian languages do you know? 15. Can you? എന്നതിശയമേ ദൈവത്തു സ്നേഹം മേത്ര മനോഹരമേ ചിദചിത്തരംഗ സിന്ധു സമാനമായ സന്ദമം താനുന്നുയാ ഹല്ലേലൂയ എന്നതിശയമേ 15 languages സ്നേഹം മേത്ര മനോഹരമേ. ഹല്ലേലൂയ എന്നതിശയമേ ദൈവത്തു സ്നേഹം എത്ര മനോഹരമേ. അങ്കിളിന്റെ പേരെന്താ? ഡേവിഡ് പ്രദീപ് ഭട്ടാചാര്യ. ഗോവ. യെസ്, ഐ ആം ഗോവ. അപ്പൊ എങ്ങനെ ഇവിടെ കേരളത്തിലെത്തിയേ? ഫ്രീക്വന്റ് ട്രാവലർ. My hobby is to travel. I'm a cyclist, I'm a sports person. I travel one place to another and make a group of people. I earn my livelihood by doing hard job. I sleep only 3 hours a day. I walk 5 to 11:30. 20 വർഷമായി ഇത് കേരളത്തിലെ സൈക്കിളിൽ വന്ന ചവിടി. എന്നിട്ട് സൈക്കിൾ എന്ത് ചെയ്യേ? സൈക്കിൾ ഒരാളെ കൊണ്ടുപോയി, ഒരാളെ തന്ന കൊടുത്തോ? തമിഴ്നാട്. ഇപ്പൊ സൈക്കിളില്ല. അപ്പൊ സൈക്കിളുണ്ടോ? സൈക്കിൾ കണ്ടു, നല്ല സൈക്കിൾ. 3000 ഇല്ല.
ഏതാ? 3000 വേണം സൈക്കിൾ. ആ. നല്ല സൈക്കിൾ. ആ. 3000 വേണം. പൈസ ഇല്ല. മൊബൈലുണ്ടല്ലോ. മൊബൈലുണ്ട്. അങ്കിൾ ഫോൺ നമ്പർ എത്ര? ഫോൺ നമ്പർ 868208 13 07. അങ്കിള് മാജിക് കാണിക്കുമെന്ന് പറഞ്ഞു. മാജിക് ഒന്നും കാണിക്കില്ല. ഇല്ല, ഇത് കിടക്കും. ഏത്? അങ്ങോട്ട് പോയാൽ ലൈറ്റ് ഇല്ല. ആ ഓക്കെ. അങ്കിളിന്റെ അങ്കിളുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? I have everybody, but I have nobody. I have my God, my Jesus, and the Holy Spirit. I am happy. Earlier? I am happy. Earlier? Forget it. I don't want to recollect the memory. Okay. I am happy. I am the happiest person in the world. You have any asset, property, anything? Whole world is mine. My father is the I am of his father. Everything is mine. I am the King David. അങ്കിളിന്റെ ഏജ് എത്രയാ? 27. धरती के नीचे मिट्टी के ऊपर जन्म लिया है मैंने. क्या जानना चाहते हो बेटा? മലയാളം അല്ല, പാട്ട് നമ്മൾ കേട്ടായിരുന്നു. देखो एक बार होरी बोलो मन रोशना, अरे मानव जन्म मेरे गैरब कोई रोना. ഇതെന്താണ് അങ്കിളിന്റെ കയ്യിലിരിക്കുന്ന ഈ സ്റ്റിക്ക്? Not to save myself because now 72. ഇതൊരു പോട്ടിൻ്റെ പോകും. അല്ല, അങ്കിളിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും യാത്ര ചെയ്തപ്പോ? സമയം ബുദ്ധിമുട്ടാ. ഇതിലെ ഡ്രഗ് അഡിക്ട്സ്, ആൽക്കഹോളിക്, സിഗരറ്റ് സ്മോക്കർ, लड़की का स्मगलर, they are my best enemy. അങ്കിൾ സ്മോക്ക് ചെയ്യോ? സ്മോക്ക് സിഗരറ്റ് കടിക്കാൻ പറ്റൂ, സിഗരറ്റ് കുടിക്കാൻ കൊണ്ടുപോകാൻ പറ്റൂ, ഇല്ല സിഗരറ്റ് കടിക്കാൻ പറ്റൂല. പറ്റില്ല. ഡ്രിങ്ക് കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. പിന്നെ how you behave like this? It is the joy of the Lord. Joy of the Lord is my strength. The joy of the Lord is my strength. You are always fit without alcohol. I don't drink alcohol because आत्मा से भरा हूँ. आत्मा, पवित्र आत्मा. Without any drugs, he is enjoying his life. Every time joy. The joy of the Lord is my strength. The joy of the Lord is my strength. The joy of the Lord is. അങ്കിളുടെ ഡ്രസ്സിംഗ് കോഡ് എന്താ ഇങ്ങനെയായത്? കളർഫുൾ ഷൂസ്. Colorful. I like color. Color. I don't like white. People are white and काम करो लो मोहम्मद मस्जिद से बड़ा sex, anger, giddiness, and white. പുതിയ ജനറേഷനിലുള്ള കുട്ടികളോട് എന്താ പറയാനുള്ളത്? Life is very precious. Rejoice, O young man, in the days of your youth, and walk according to your ways. But remember, one day you will have to come in front of judgment seat. Before that, remember your Creator and dedicate your life in the feet of the Lord. Fear Him and obey the commandments. അങ്കിളിനോട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് അങ്കിളിനെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, അല്ലേ? ഇത് സോഷ്യൽ മീഡിയ പോകുന്ന അങ്കിളിനെ അറിയാം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നവരോട് എന്താ പറയാനുള്ളത്? Time is short. Jesus is coming again. Change your way of life. How? Hand over yourself in the feet of the Lord. Ask forgiveness. And be happy. Everyone's life there's a purpose. Fulfill that purpose. Obey the commandment. Because God has created everything. And after that He created human being as His own image. Because He is a spirit. He can't do things. He wants the nature to be nurtured.
If we nurture the nature, we'll be blessed. അങ്കിളിനെ എഴുതാൻ അറിയോ? Wait. നോ ഐ ആം ആസ്കിംഗ്. Bag. Everything written. Bag. My bag. I have asked my bag. ആലിയൻ ഇപ്പോ എല്ലാം അറിയാമോ? ആലിയൊക്കെ ഇത് ക്ലീൻ ചെയ്യാനോ അറിയാമോ? ഒന്ന് സപ്പോർട്ട് ചെയ്യറാ, ഹെൽപ്പ് ചെയ്യും. പിള്ളേർക്കൊക്കെ നിങ്ങൾക്കൊക്കെ പുള്ളീനെ ഇഷ്ടമാണോ? എത്ര നാളായിട്ട് അറിയാം? ഇത് വീടിന്റെ ആധാരം തൊട്ടുണ്ടല്ലോ അങ്കിളെ. ഇതെന്താണ് ഈ ഫയലിൽ കൂടുതലും? അങ്കിളിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഒന്നും അറിയില്ല. അതൊന്ന് കാണിച്ചേ, അതെന്താണ്? It's your handwriting. Yes. It's you. Yes, it's mine. Oh, just see. എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് മാത്രം ഒന്ന് കണ്ടാൽ മതി. ഒരേ മിനിറ്റ്. ഇതാണ് നമ്മുടെ പ്ലാൻ. What? ഹെലിപാഡിലെ ഒരു പ്രാർത്ഥന ഗൃഹം, prayer house for all religions will come and pray to the Holy One. മിണ്ടല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ടാ കിളി പോവും പുള്ളിയുടെ ഹാൻഡ് റൈറ്റിംഗ്. ഉണ്ണി, പുള്ളിയുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കി. നമ്മുടെ ONKV ഉണ്ണിയുണ്ട്. എന്തെങ്കിലും വൺ സെക്കൻഡ് ലെറ്റ് ഹിം സീ. എടാ ഹാൻഡ് റൈറ്റിംഗ് നോക്കി. വാട്ട്സ് ദാറ്റ്? ഇതില്ല സെൻസേർഡ്. ഇവിടെ പോയി ഇതെന്താണ് സംഭവം? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇത് ഗാർബേജ്. ഇത് വാട്ട് യു ഹാവ് ടു സേ about that? This is, you know what to say. Are you cleaning? Huh? Yeah. It's you. Yes, it's me. Who took the picture? Some foreigners. Some foreigners. I don't know when they took the picture. They sent me in my WhatsApp. Do you have friendship with those people? Yes. I'll Still show you you that are- also. Yeah. No, still no. Corona marinni poi. Corona ella poi kondupoyi. ഇപ്പോ ശരിയാ. ആരും അങ്കിളിനെ വിദേശത്തേക്ക് വിളിച്ചിട്ടില്ലേ ഇതുവരെ? ഇതാരാണ്? ഇത് ഒരു കൊച്ചു അമ്മ മരിച്ചുപോയി. ആ, തമിഴ്നാട്. സൈക്കിളിലെ മാത്ത. ഓക്കെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ കൊച്ചാരാ? ഈ കൊച്ചി ഒരു മത്രിയിലെ കൊച്ചി. ആ, മത്രി മരിച്ചുപോയി. ആ, ഈ കൊച്ചിയിലെ. അപ്പൊ ഈ ഫോട്ടോ അങ്കിളുടെ കയ്യിൽ എങ്ങനെ വന്നു? ഈ കൊച്ചിയിലെ ഇത് തന്ന ഒരു അമ്മ തന്ന. I worked for some time. IMA Indian for Medical Association. This. Okay. Then I'll show you another thing. Okay. This is my Aadhaar ID. Aadhaar ID. Okay. It's not Aadhaar. Yeah, it is Aadhaar application. Aadhaar. Okay. This is Aadhaar application. This is also What's your good name? Once again. David Pradeep Bhattacharya. David Pradeep Bhattacharya. Bhattacharya. Okay. 1 minute. I will show you another thing. Your social media? Really? Yeah. I am a YouTuber. YouTube. Yeah. Wow, I was searching. I was telling God send someone that people may know me and എന്താ what. പറയാനുള്ളത് യൂട്യൂബിലൂടെ? YouTube wants say things I want to say, that spirituality and that what the world don't mix up. Make it separate. Spiritual line wants and that worldly things. Okay.
and not in the same chapter because it disturbs us very much. Okay. This I want to tell. Sometimes I be very furious when I saw this. Okay. Something he want to show us. See this. This is the cover letter. This is my designation. Okay. It's your address. Yeah. Okay. No, full letter you should go because very important letter. See, I'm a social worker. I am social activist cum human rights activist, work as a director of Clean India Mission Movement. Varkala, Shivagiri, Pava, Ashram Road. Okay. Kerala. Working also for the street children, beggars, mentally sick, challenge, feeding street dogs, birds, etc. Working in 3 states, Goa, Kerala and Tamil Nadu. A lover of nature, plant trees, making kitchen garden, cleaning the street. Okay. Then That's I your know project. 15 language of India. Wherever I go, I work for my own livelihood. Organize health camp, children camp, summer camp, teach yoga, karate, kung fu, calligraphy, handwriting. You know singing, martial art also. musical training, naturography, researcher. Organize all religions, spiritual activities, etc. I am a multi-talented person. Therefore, I sleep only 3 hours. No. I am a multi-talented person. Therefore, I Want to register myself as an activist. as no one can work like me. I sleep only 3 hours a day from 5 a.m. to 11 a.m. I walked on the street, take very less food. There is a saying, if no one comes when you call, go alone. Our ex-president, Dr. APJ Abdul Kalam says, if you want to shine like a sun, then burn like a sun. In Bible it is written, let your light so shine before man that they may see your good deeds and work and glorify the Father which is in heaven. Okay, the last line is, sir, no one helps me, but my Father who is in heaven never leaves me alone. He is my shepherd. He leads me beside still water. He restores my soul for his name's sake. Even though I walk in the valley of the shadow of death, I fear no evil, for he is always with me. Therefore, I am requesting your honor to register me as an activist to do the will of my God, to make this country God's own country. Continue yourself, your sincerely, David Pradipacharya. Signature of the activist attested who signed before me on this 20th September 2021. Notary. Amen. ആമേ. അപ്പൊ അങ്കിളിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയിൽ നിന്ന് വന്ന് ഇവിടെ വന്നിട്ട് എല്ലാവിധ ജീവജാലങ്ങളെയും നേച്ചർ, അതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ വിട്ടുപോയ ഹെൽത്ത് ബെനിഫിറ്റ്സ്, അതേപോലെ തന്നെ ഡ്രഗ്, ആൽക്കഹോൾ, ലേഡീസ് അല്ലേ എല്ലാ അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും സമൂഹത്തെ പിന്തിരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്ന് നമ്മൾ വെറുതെ വിളിച്ച് പറയുന്ന ഈ നമ്മുടെ സ്വപ്ന നാടിനെ ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് പരിവർത്തനപ്പെടുത്തുക. Today is the day of this wonderful person, Shivagiri. Are you really sensitive or acting? Hey, come out, cheer up. Uncle, it doesn't suits for you. The land of the great man, the social worker of Vaidava. You know, he's the incarnation of Shiva. You know him? Who? Narayana Guru. Yeah, Sri Narayana Guru. Yeah. He's the greatest social worker, incarnation of Shiva. Okay. And that is why ഇന്ന് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിവസമാണ്. അപ്പോൾ അങ്കിള് പുള്ളിക്ക് വേണ്ടി പുള്ളി അർപ്പിച്ച പുഷ്പങ്ങളാണ്. റിയലി ഫ്രഷ് ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്. and that is why I'm cleaning here. I put one Narayana Guru photo, one here? Yeah, one masjid photo, that Attingal Masjid. You know Attingal Masjid? മസ്ജിദ് Where that masjid photo, and one ഇൻ Ganesha photo. ഗണേശ ഫോട്ടോ. जाति മത വിദ്വേഷമില്ലാത്ത ഇങ്ങനത്തെ ഒരാള്. हिंदुस्तान है देश हमारा, जन से अपनी उनकी प्यारा, हिंदू मुस्लिम सिख ईसाई आपस में है भाई भाई.
Uncle- भाई के साथ भाई प्यारा ऐसा होगा चलन हमारा सब मिलके काम करेंगे जग में रोशन नाम करेंगे जय हिंद ജയ് ഹിന്ദ്. 8682081307 anytime if you want any help I'm ready to help 24/7 ഇത് ശരിക്കും പുള്ളി ഹെൽപ്പിംഗ് മൈൻഡോട് കൂടി തന്നെ തന്ന നമ്പറാണ്. ചിലപ്പോൾ ഒരാളുടെ തോട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ചെറിയൊരു ചിന്താശേഷിയോ ആയിരിക്കും ഒരു നാടിന് തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യം ഉത്ഭവിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പാർക്കോ. ഹീസ് റിയലി ടാലൻറ്റഡ്. സീംസ് ലൈക്ക് അറ്റ് ഡോണ്ട് മൈൻഡ് ലൈക്ക് എ മാഡ് പേഴ്സൺ ടു പബ്ലിക്, ബട്ട് ഹീസ് നോട്ട് ലൈക്ക് ദാറ്റ്. I am mad. ए दुनिया पागल है आखिर में. ഇതെങ്ങനെ അവസാനിപ്പിക്കണം എന്ന് എനിക്കറിയാൻ പാടില്ല. അങ്കിള് പാടിക്കൊണ്ടേയിരിക്കുന്നു. അങ്കിളിന് ഫുഡൊക്കെ തരുന്ന ആരാ? This man. ആരും വേറെ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല. No one helps. If I ask for chud belam, they come with bala to kill me. Poda, they say poda. പുള്ളി ഇക്കയുടെ പേരെന്താ? എൻ്റെ പേര് സജീവ്. ഏ? സജീവ്. സജീവ്. നിങ്ങളാണ് ഫുഡ് കൊടുക്കുന്നത്? He needs some government help. Government should help him because എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താ? എന്താ പ്രശ്നം? അതൊന്നുമില്ല, നമ്മൾ അളിയനല്ലേ. അല്ല, നിങ്ങൾ അളിയാന്നാണോ വിളിക്കുന്നത്? അതെയാണ് നമ്മൾ എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട് പുള്ളി? അളിയൻ ഇവിടെ വന്ന തൊട്ട് ഇവിടെ ഉണ്ട്. വന്ന അന്ന് തൊട്ടെന്ന് പറഞ്ഞാൽ എത്ര? കുറച്ച് നാളായി. 2 വർഷം. 2 മാസമാവും. 2 മാസം. അപ്പൊ എപ്പോഴും ഇവിടുന്ന് ഫുഡ് കഴിക്കും? ഇവിടെ ഉണ്ടാവും. ഓക്കെ. ഞാൻ എന്തെങ്കിലും I don't ഫുഡിന്റെ take പൈസ food like this. You say I work. വർക്ക് You say working. വർക്ക് ചെയ്തിട്ടാണ് ഫുഡ് മേടിക്കണം കേട്ടോ. അല്ലാതെ നിങ്ങൾ No. Don't tell him like this. Don't tell. Then from tomorrow he will say, go away. Poda. Now he needs help. Government should help him. Give him loan and he will repay it to the government. Okay. He will repay it. Government should help him. And it is in front of this gentleman. He is not doing any work. Everywhere garbage. നഗരസഭ. Yeah, Nagarasabha. ഒന്നും ചെവില്ല നഗരസഭ. ഏത് നഗരസഭ ഇത്? ഇത് പൗരസഭ. One day I went to his office and I told him that, hello sir, how are you? You have had your dinner, you have had your tea. He said, who are you? And then he called that, what is that, his chowkidar, means security. Before that I came outside. I said, what you are doing? You're everywhere garbage in front of your place. I clean. I make this. You See clean here? Yes, you see the tap. It was not like this. I put all the stones and everything, and I clean it. Wow, come. I put the new one. Come along with me. Just show me. Yeah, come. The tap was not over there. Okay, I asked this fellow. He put the new tap. You cleaned here? Yeah, I cleaned and made it everything. You put this stones? Yeah, I put this stone. Take a cement bag. അതായത് വർക്കല നഗരസഭയുടെ വാതിക്കലുള്ള പൈപ്പ് ഈ അങ്കിളാണ് ക്ലീൻ ചെയ്തത്. ഇതിൽ വെച്ച് ക്ലീൻ ചെയ്യാം. ഇതെല്ലാം ക്ലീൻ ചെയ്തു? ഈ വാളെല്ലാം ക്ലീൻ ചെയ്ത അങ്കിളാ? ഇത് നോക്കി, ബസ് സ്റ്റാൻഡ് എല്ലാം ക്ലീൻ ചെയ്തു. എല്ലാം ക്ലീൻ ചെയ്തു? ട്രെയിൻ സ്റ്റേഷൻ എല്ലാം ക്ലീൻ ചെയ്തു. ട്രെയിൻ സ്റ്റേഷൻ ഇൻസൈഡ് ദ പ്ലാറ്റ്ഫോം. എനിക്ക് 2 പട്ടിയുണ്ട് ഇവിടെ. പട്ടിയിൽ ആഹാരം കൊടുക്കും. പോലീസ് മാലെ വെയിറ്റിംഗ് റൂം ക്ലോസ് ചെയ്ത് ഇതിൽ ഇരിക്കണം. എനിക്ക് 30 വേണം. ഇനി പട്ടീനുണ്ട്. ഇപ്പോൾ കൊണ്ടുപോകും. ഇപ്പോൾ പട്ടിയിൽ ആഹാരം കൊടുക്കും. സമസ്യ ഭയങ്കര സമസ്യ. ദേവസ്വം ബോർഡ് സമസ്യ. എന്ന സമസ്യ. എന്താ പൈസ സമുദ്ര ജലം നമ്മുടെ സംസാരിച്ച തീരില്ല എന്ന് എനിക്കറിയാം. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഫുഡിന് വേണ്ടി കാത്തിരിക്കുക. അത് കാരണം ഞങ്ങൾ പോക്കോട്ടെ. ഓക്കെ, താങ്ക് യു അങ്കിൾ. ഷുവർ, ഇത് ഞാൻ പബ്ലിഷ് ചെയ്യും. ഉറപ്പായിട്ടും പബ്ലിഷ് ചെയ്യും. You can trust me. ഇത് ഭാർക്കലല്ലേ, ഇത് ശിവം, ഇത് എടവാദെ രാജാതെ ജാഗാണ്. ഇവിടെ ഹെലിപാഡിലെ ഞാൻ ഇവിടെ പ്രെയർ ഹൗസ് ശരിയാക്കാം. നീ തണ്ണിയില്ലേ ഇതിലെ ഇവിടെ പ്രെയർ ഹൗസ് എല്ലാ ധർമ്മങ്ങളെ വന്നിട്ട് റിപ്പയർ ചെയ്യും. മുസ്ലിം, ഹിന്ദു എല്ലാവർക്കും പ്രെയർ ചെയ്യാവുന്ന പ്രെയർ ഹൗസ്. ഇതിലെ സിഗരറ്റ് വേണ്ട, ഡ്രഗ്സ് വേണ്ട,
ഒന്നും വേണ്ട, ഒന്നും നഷ്ടം ചരിത്രകാലെ ഇതിൽ നിന്ന് പോ. ഇത് ആൾക്കാരെ ഇത് മദമ്മ ഇത് സാഹേബ് മാറി പൈസ കൊടുക്കും. ഇത് എല്ലാം നഷ്ടം. ശരിയില്ല. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. സമുദായം, വർണ്ണം, രാഷ്ട്രീയം, മതം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാഭേച്ഛയോടുകൂടി പരസ്പരം കലഹിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്ന മതപണ്ഡിതര്, പുരോഹിതര്, രാഷ്ട്രീയക്കാർ, ഇവരുടെയൊക്കെ പിന്നാലെ ലക്ഷോപലക്ഷം ആൾക്കാർ ഒരു ലാഭേച്ഛയില്ലാതെ സമൂഹത്തിന് വേണ്ടിയിട്ട് സ്വമേധയായി ഇറങ്ങിത്തിരിച്ച ഇതേപോലെയുള്ള ആൾക്കാർ 72ാമത്തെ വയസ്സിൽ വേഷം മാറി നടക്കേണ്ട ഗതികേട് പരാതി പറഞ്ഞു ചെന്നാൽ പോലീസുകാർ ശ്രദ്ധിക്കുന്നില്ല. നഗരസഭാ കാര്യാലയം വർക്കല അവർ ശ്രദ്ധിക്കുന്നില്ല. കണ്ടിട്ടൊന്ന് മനസ്സോട് ചേർത്തെങ്കിലും പിടിക്കുക, അല്ലെങ്കിൽ തോളത്ത് കൈയിട്ടിട്ട് അങ്കിൾ കുഴപ്പമില്ല ഒക്കെ ശരിയാക്കാം എന്നൊരു വാക്ക് പറ. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പുള്ളി എന്നോട് അവകാശപ്പെട്ടത് ഒരു പ്രസ് മീറ്റാണ്. അത് നമ്മുടെ കഴിയും വിധം. നിങ്ങൾ ഈ ന്യൂസ് കൊതിയന്മാർ കുറേ പേരുണ്ടല്ലോ, ജേർണലിസ്റ്റ്, എന്തോരം ചാനലാ, ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ചെറുപ്പത്തിൽ ദൂരദർശൻ എന്ന് പറഞ്ഞൊരു ചാനൽ മാത്രമേ ഉള്ളൂ. 7 മണിക്ക് വാർത്ത തുടങ്ങി കഴിഞ്ഞാൽ 7:20 ആകുമ്പോഴത്തേക്ക് ആ വാർത്ത കഴിയും. കേരളത്തിൻ്റെ മൊത്തം വിഷയങ്ങളും ലോകത്ത് നടക്കുന്ന മൊത്തം വിഷയങ്ങളും ആ 20 മിനിറ്റിൽ കവർ ചെയ്യും. ഇന്ന് എന്തോരം ന്യൂസ് ചാനലുകളാണ്. 24 hours 10-15 അല്ലെങ്കിൽ 20-25 ചാനൽ നിന്നിട്ട് ഘോരം പറഞ്ഞിട്ട് ന്യൂസ് തീരുന്നില്ല. പറയുന്നതൊക്കെ ഇത് തന്നെ. ഇപ്പം മറ്റേ നിതിൻ കുന്തവും ഉടച്ചക്രവും ഫേക്ക് ന്യൂസും അതിൻ്റെ പിന്നാലെയാണല്ലോ. ഇത് ആൾക്കാർക്ക് മനസ്സിലായടോ. അത് നിർത്തുക, എന്നിട്ട് ഒരു പ്രസ് മീറ്റ് കണ്ടക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ സബ്ജക്റ്റ് വൈറലാക്കാം, എന്തൊക്കെ വൈറലാക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നാടിന് ഗുണമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഒന്നും വേണ്ട, 72ാമത്തെ വയസ്സിൽ വേഷപ്രജ്ഞനായി നടക്കുന്ന ഈ അമ്മാവൻ്റെ കാര്യം ഒന്ന് സമൂഹത്തിലേക്ക് കൊണ്ടുപോവാ. കഴിവുള്ളവർ, നന്മ ഇച്ചിരിയെങ്കിലും ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ ബാക്കിയുണ്ട്. അവരുടെയൊക്കെ മുമ്പിലൊന്ന് എത്തിക്കിട്ടിയാൽ മതി, എന്തെങ്കിലുമൊക്കെ ആക്കും അവർ. അതിനുവേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു പ്രസ് മീറ്റോ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുക, സന്മനസ്സുള്ളവർ. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിവസവും ജയന്തി ദിവസവും ഒക്കെ ഇത്രയും നീളത്തിലുള്ള ഘോഷയാത്രകൾ നടക്കും. നിങ്ങൾ എത്ര പേര് പിൻപറ്റുന്നുണ്ട് പുള്ളിനെ? അത് സമുദായത്തിൻ്റെ ശക്തി കാണിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളവർ, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവർ, ഒരു ക്രൈസ്തവൻ പുള്ളിയുടെ ചര്യ പിൻപറ്റുന്നു, സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിന് ഒന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങളിലെങ്കിലും ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യും. പുള്ളിക്ക് മതവും രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് പുള്ളിയുടെയൊക്കെ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മതവും രാഷ്ട്രീയവും ഈ പറഞ്ഞ കാര്യങ്ങളും ഒന്നുമില്ലാതെ ഒരു പ്രെയർ ഏരിയ. അള്ളാഹിനെ വിളിക്കുന്നവർ അള്ളാഹിനെ വിളിക്കുക, ഭഗവാനെ വിളിക്കുന്നവർ ഭഗവാനെ വിളിക്കുക, ജീസസിനെ വിളിക്കുന്നവർ ജീസസിനെ വിളിക്കുക. ഒരു വലിയ ഇന്ത്യയിലെ തന്നെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വർക്കല. അതും കേരളീയം പോലും അല്ല. അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു ആശയം വെക്കുമ്പോഴത്തേക്ക് സർക്കാരെ നിങ്ങളൊക്കെ കൂടെ നിൽക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ നമ്മുടെ രാഷ്ട്രീയ ഭരണപക്ഷത്തിരിക്കുന്നവർ ഇതിനൊക്കെ ചേർത്ത് പിടിക്കാൻ ഒരു പരിധിവരെ സാധ്യതയുള്ളവരാണ്. ഇങ്ങനെ ആരെങ്കിലും ഒന്നൊന്ന് കൂട്ടുപിടിക്കുക, വലിയ മാറ്റങ്ങളുണ്ടാവും. ചെറിയ ഇതേപോലത്തെ ഭ്രാന്തന്മാരാണ് ലോകത്തെ മാറ്റിമറിക്കുന്ന വലിയ ആശയങ്ങൾ മുമ്പോട്ട് വെച്ചത്. മീഡിയ, പ്ലീസ് ടേക്ക് സം അറ്റൻഷൻ ടു ഹിം. എന്തായാലും കുറേ പേരുടെ തലക്കകത്തുള്ള ഈ വേണ്ടാത്ത കുറേ മത തീവ്രമായ ചിന്തകളും രാഷ്ട്രീയ ബോധമില്ലാതെ തന്നെ ഈ ചേരിതിരിവും ഇതൊക്കെ മാറ്റിയെടുക്കാൻ ഇങ്ങനെ പോലെയുള്ള ആൾക്കാരുടെ ലോജിക്കിന് സാധിക്കും. ഒന്ന് ചേർത്ത് പിടിക്കുക പ്ലീസ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ ഈ വീഡിയോനോട് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തോ, പൊക്കോളൂ. പക്ഷേ ഇതിനൊക്കെ ഒരു നെഗറ്റീവ് ലൈക്ക് ഡിസ്ലൈക്കോ ഒന്നും അതിനൊന്നും വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. നിങ്ങൾ ഷെയർ ചെയ്യുക, പരമാവധി ആൾക്കാരിലേക്ക് ചെയ്യുക. എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, എല്ലാ ഗ്രൂപ്പിലേക്കും എടുത്തിട്ട് അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യട്ടെ. 72 വയസ്സുണ്ട്, നമ്മളറിയാതെ നമ്മുടെ ഗാർബേജ് പറക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. എന്തെങ്കിലുമൊക്കെ മാറ്റം ഈ സോഷ്യൽ മീഡിയയിലൂടെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു പുണ്യപ്രവൃത്തിയല്ലേ. എത്ര പേര് നമ്മളൊക്കെ സഹായിക്കുന്നു, എത്ര ബുദ്ധിമുട്ടുള്ളവർ ഈ സോഷ്യൽ മീഡിയ വന്ന കാരണം രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കൊക്കെ വേണ്ടി ഇത്രയും കാലം ജാതി മതം ഒന്നും ബാധകമല്ലാതെ എല്ലാ മതസ്ഥർക്കും വേണ്ടി ചിന്തിക്കുന്നവരെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ താങ്ങി പിടിക്കണം. സ്വന്തം മതത്തിന് വേണ്ടി, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സമുദായത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരെയൊക്കെ വേണമെങ്കിൽ തള്ളി നിർത്തിക്കോ. കോമൺ ആയിട്ട് എല്ലാവർക്കും പ്രയോജനമുള്ള കാര്യം, റോട്ടിൽ കിടക്കുന്ന ഒരു കുപ്പിച്ചിലോ ഒരു വേസ്റ്റോ ഒരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഒരു അഴുക്ക് എടുത്ത് മാറ്റിയിടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ.
അല്ലാതെ ഒന്നും നാട് മുമ്പോട്ട് പോകില്ല. അല്ലെങ്കിൽ ഈ മനുഷ്യത്വപരമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിഞ്ഞു നോക്കാതെ കണ്ണടച്ച് പോകല്ലേ, അത് വലിയൊരു ക്രൈമാണ്. അപ്പോൾ നിങ്ങൾക്കിത് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം. വേറൊന്നും പറയാനില്ല. ഇത് ഞാൻ ബെഗ് ചെയ്ത് പറയാം. പുള്ളി ഇന്ന് വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല സങ്കടം. അത് കാരണം ഇന്നിപ്പോൾ രാത്രി ഇരുന്ന് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ നാളെ രാവിലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക. പ്ലീസ് ഡു സംതിങ് ഫോർ സഹോദരനായിട്ട് എന്നെ കണ്ടില്ലെങ്കിലും പുള്ളീനെ ഒരു അപ്പാപ്പനായിട്ടോ ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടോ നമുക്ക് വേണ്ടിയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്ന ആർക്കൊക്കെ വേണ്ടി ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പല കാര്യങ്ങളും ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതും പല നാടുകളിൽ തേടി യാത്ര ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഭൂമിയിൽ അവരുടേതായ ഒരു സിഗ്നേച്ചർ ഇടുമ്പോൾ മാറി നിന്നൊന്ന് കൈയടിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും നമ്മളെല്ലാവരും കാണിക്കണം പ്ലീസ്. Heavy trials and temptations is the trouble anywhere. Jesus knows our every weakness. Take it to the Lord in prayer. Jesus knows our every weakness. Take it to the Lord in prayer. Did thy friend is much for sake? Take it to the Lord.